കേരളം പോളിംഗ് ബൂത്തിലെത്താൻ ഇനി 9 നാൾ. ആദ്യഘട്ടത്തിൽ CPIM BJP ഡീൽ ആരോപണമായിരുന്നു പ്രചാരണ രംഗം കൈയടക്കിയതെങ്കിൽ രണ്ടാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ വികസന പ്രശ്നങ്ങളും ചെറിയ തോതിൽ ചർച്ചയായി തുടങ്ങിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവിന്റെ സംവാദ വെല്ലുവിളിയോട് മുഖ്യമന്ത്രി അനുകൂലമായി പ്രതികരിച്ചതോടെ വികസന സംവാദത്തിനും കളമൊരുങ്ങിയിട്ടുണ്ട്. UDF സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിനായി രാഹുൽ ഗാന്ധി ഇന്ന് വടക്കൻ കേരളത്തിലെത്തും. മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പ്രചാരണം തിരുവനന്തപുരം ജില്ലയിലാണ്. BJP ദേശീയ അധ്യക്ഷൻ തിരുവനന്തപുരത്ത് പ്രചാരണത്തിനായി ഇന്നെത്തും. വിവരങ്ങൾ പങ്കുവയ്ക്കാൻ തിരുവനന്തപുരത്ത് നിന്ന് അജ്മൽ ദിറാർ, കൊച്ചിയിൽ നിന്ന് സജു ചാമക്കാലയിൽ, കോഴിക്കോട് നിന്ന് വർഷ ഗിരീഷ് എന്നിവരാണ് ചേരുന്നത്. അപ്പോൾ ആദ്യം പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. അജ്മൽ, അങ്ങനെ ഓരോ ദിവസം കഴിയുന്നവരും ഇനി ബൂത്തിലേക്ക് എത്താൻ 9 നാൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ നേതാക്കൾ തമ്മിലുള്ള പരസ്യ പ്രതികരണങ്ങളെ വലിയ രീതിയിൽ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഡീൽ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാകുന്ന ഒരു സാഹചര്യം കൂടി. എന്താണ് ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് പങ്കുവയ്ക്കാനുള്ള വിവരങ്ങൾ? ഗോകുൽ, ഇന്ന് നമ്മുടെ തിരുവനന്തപുരത്തേക്ക് നോക്കുമ്പോൾ ഈ 9 ദിവസം മാത്രം തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് ഇനി അവശേഷിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് ഗോതയിലെ മുന്നണികളുടെ പ്രചാരണ വിഷയങ്ങൾ മാറി മറിയുന്ന ഒരു സന്ദർഭമാണ് നമ്മൾ കാണുന്നത്. അനുനിമിഷം മാറിക്കൊണ്ട് നിൽക്കുകയാണ്. എന്നാൽ ആദ്യഘട്ടങ്ങളിലെ ഡീൽ ആരോപണങ്ങൾ, അതോടൊപ്പം തന്നെ ഈ SDP ആയി ബന്ധപ്പെട്ട് അവരുടെ വോട്ട് വാങ്ങൽ തുടങ്ങി ജനങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നിക്കാത്ത വിധമുള്ള മുന്നണികളുടെ പ്രചാരണ വിഷയങ്ങളിൽ നിന്ന് മാറി ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ വികസനവും ജനക്ഷേമവും അടക്കം ചർച്ച ചെയ്യുമെന്ന് തോന്നിപ്പിക്കും വിധമാണ് ഇപ്പോൾ മുന്നണികളുടെ പ്രചാരണ വിഷയങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഇന്നലെ തങ്ങളുടെ 10 വർഷത്തെ പ്രവർത്തനങ്ങളുടെ പ്രോഗ്രസ് കാർഡ് പങ്കുവച്ച മുഖ്യമന്ത്രി ഇനി ഇതിൽ ചർച്ചയാകാമെന്ന പ്രതിപക്ഷ നേതാവിനോടുള്ള വെല്ലുവിളിക്ക് അതിൽ നിങ്ങൾക്ക് സമയവും സ്ഥലവും നിശ്ചയിക്കാം, ഞാൻ എത്തുമെന്ന പ്രതിപക്ഷ നേതാവിൻ്റെ മാസ് മറുപടിയും അണികൾ ഏറ്റെടുത്തിരിക്കുന്നതാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ആ ഒരു ആരോഗ്യകരമായ സംവാദത്തിന് കൂടി കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പ് ഗോത വേദിയാകുമോ എന്നതാണ് പ്രധാനമായും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. അതുകൂടാതെ മുഖ്യമന്ത്രി ഇന്ന് തലസ്ഥാനത്തെത്തുന്നുണ്ട്. മുഖ്യമന്ത്രി ഇന്ന് എത്തുന്ന മണ്ഡലങ്ങളൊന്ന് പരിശോധിച്ചാൽ ആദ്യം വാർത്താ സമ്മേളനത്തിന് ശേഷം അദ്ദേഹം അരുവിക്കര മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പര്യടന പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞെത്തുന്ന വട്ടിയൂർക്കാവിൽ കോൺഗ്രസും CPM നേരിട്ട് ഏറ്റുമുട്ടുന്ന ഇടത്ത് ആദ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയങ്ങളിലൊന്നായ വയനാട് ദുരന്തത്തിൻ്റെ ഫണ്ട് കോൺഗ്രസ് മുക്കിയെന്ന തെരഞ്ഞെടുപ്പ് വിഷയത്തെ മുഖ്യമന്ത്രി അഡ്രസ്സ് ചെയ്യുമോ, അതിൽ മുഖ്യമന്ത്രിയുടെ ഏതെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങളും ആരോപണങ്ങളും ഉണ്ടാകുമോ എന്നതാണ് പ്രധാന ചോദ്യം. അത് കഴിഞ്ഞ് SDP CPM ഡീൽ നിലനിൽക്കുന്നു എന്ന് കോൺഗ്രസ് ആരോപിക്കുന്ന ഈ നിയമമണ്ഡലത്തിലേക്ക് പോകുമ്പോൾ SDP വോട്ട് വാങ്ങുമോ എന്നതിനെക്കുറിച്ചുള്ള മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിനും കേരള രാഷ്ട്രീയം ആകാംക്ഷയോടെ ചെവി കോർക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് മുഖ്യമന്ത്രി പോകുന്നത് കഴക്കൂട്ടത്തേക്കാണ്. കേരളത്തിലെ മുൻ ദേവസ്വം മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രൻ മത്സരിക്കുന്ന മണ്ഡലത്തിൽ ശബരിമല വിഷയത്തെക്കുറിച്ചുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിനും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് മുഖ്യമന്ത്രി പോകുന്നത് ഈ നിയമമണ്ഡലത്തിലും അതോടൊപ്പം തന്നെ വട്ടിയൂർക്കാവിലും അടക്കമുള്ള പ്രധാന മണ്ഡലങ്ങളിൽ മുഖ്യമന്ത്രി പങ്കെടുത്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രതികരണത്തിന് കേരളം ഉറ്റുനോക്കുന്നത് പോലെ തന്നെയാണ് ഇന്ന് BJPയുടെ ദേശീയ അധ്യക്ഷൻ നിതിൻ നെബിൻ കേരളത്തിലെത്തുന്നു എന്നതും പ്രധാന വാർത്തയാണ്. അദ്ദേഹം കേരളത്തിലേക്ക് വന്നിട്ട് പങ്കെടുക്കുന്നത് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ റോഡ് ഷോയിലാണ്. ആറ്റിങ്ങൽ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP 1ാം സ്ഥാനത്തെത്തിയ മണ്ഡലമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തിൽ BJPക്ക് 6000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഒന്നാമതെത്താൻ കഴിഞ്ഞ മണ്ഡലം തന്നെ BJPയുടെ ആദ്യ റോഡ് ഷോയ്ക്ക് നിതിൻ നെബിൻ തിരഞ്ഞെടുത്തു എന്നതും ആ മണ്ഡലത്തിൽ വേരൂന്നാൻ BJP ശ്രമിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. അത് കഴിഞ്ഞ് ശ്രീമൂലം ക്ലബ്ബിലെത്തുന്ന BJPയുടെ ദേശീയ അധ്യക്ഷൻ ഇന്ന് അവരുടെ പ്രചാരണ പത്രിക കൂടി പുറത്തിറക്കുന്നുണ്ട്. ഈ പ്രകടന പത്രികയിൽ BJP തങ്ങളുടെ ക്രിസ്ത്യൻ ഔട്ട്റീച്ചിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നതാണ് കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കാരണം 19% വോട്ട് ഷെയറിൽ നിന്നും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 14% വോട്ട് ഷെയറിലേക്ക് താഴ്ന്ന BJP സംബന്ധിച്ചിടത്തോളം അത് ഉറപ്പാക്കേണ്ടതും പ്രധാന വിഷയമായി മാറിയിരിക്കുകയാണ്. ഗോകുൽ, തീർച്ചയായും അജ്മൽ, ഈ പ്രതിപക്ഷ നേതാവുമായുള്ള സംവാദത്തിന്റെ കാര്യത്തിൽ തീയതിയും സമയവും ഇനി നിശ്ചയിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. ആ കാര്യത്തിൽ ഇന്നൊരു പ്രതികരണം ഉണ്ടാകുമോ എന്ന് കാത്തിരിക്കുന്നു. ഒപ്പം FCRI-യുമായി ബന്ധപ്പെട്ട് സഭകളുടെ ആശങ്ക, അതിൽ ഇന്നലെ PS ശ്രീധരൻപിള്ളയൊക്കെ ഇടപെട്ട് ചർച്ചകൾ നടക്കുന്നുണ്ട് സഭാ നേതൃത്വവുമായി. ഇന്ന് BJPയുടെ ദേശീയ അധ്യക്ഷൻ അക്കാര്യത്തിൽ എന്തെങ്കിലും പ്രതികരിക്കുമോ എന്നതൊക്കെ ഇന്നത്തെ ആകാംക്ഷയാണ്. നേരെ പോകുന്നത് കൊച്ചിയിലേക്കാണ്. സജു ചാമക്കാലയിൽ ചേരുന്നുണ്ട്. സജു, ഇന്നലെ രാഹുൽ ഗാന്ധി ഈ മധ്യ കേരളത്തിലാകെ ഇളക്കിമറിച്ച് റോഡ് ഷോയും പ്രചരണവും ഒക്കെ നടത്തിപ്പോയി. പ്രചാരണ വിഷയത്തിൽ ശബരിമലയ്ക്ക് മധ്യകേരളത്തിലൊരു അപ്പർ ഹാൻഡ് കിട്ടുന്നു, അതിലേക്ക് ഒരു ഫോക്കസ് ഷിഫ്റ്റ് ഉണ്ടായിരിക്കുന്നു ഇന്നലത്തെ രാഹുൽ ഗാന്ധിയുടെ പ്രചാരണത്തോടെ. ഇന്ന് മധ്യകേരളത്തിൽ പ്രധാനപ്പെട്ട നേതാക്കൾ ആരൊക്കെയാണ്, എങ്ങനെയാണ് പ്രചാരണത്തിന്റെ ചൂട്?
ഗോകുൽ ശ്രീനിധി, പ്രധാനമായും രാഹുൽ ഗാന്ധി ഇപ്പോൾ സംസ്ഥാനത്തുണ്ട്. രാഹുൽ ഗാന്ധി ഇന്നിപ്പോൾ വടക്കൻ കേരളത്തിൽ നിന്ന് പ്രധാനമായിട്ടും രാഹുൽ ഗാന്ധിയുടെ പ്രചാരണ പരിപാടികൾ നടക്കുന്നത്. ഇന്നലെ ഇപ്പോൾ ഗോകുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള അപഖ്യാതികളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രചരണങ്ങളും നമ്മൾ കണ്ടിട്ടില്ല. കഴിഞ്ഞ ദിവസമായിരുന്നു രാഹുൽ ഗാന്ധി അതിന് തുടക്കം കുറിച്ച്. എന്തായാലും ഇപ്പോൾ കോൺഗ്രസ് ക്യാമ്പ് അത് ഏറ്റെടുത്തിരിക്കുകയാണ്. വലിയ തോതിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിനെതിരെ ഉയരാൻ തന്നെയാണ് സാധ്യത. അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ, പ്രത്യേകിച്ച് രണ്ടാം ഘട്ടത്തിന്റെ അവസാനത്തേക്ക് എത്തുമ്പോൾ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ വർദ്ധിക്കാൻ തന്നെയാണ് സാധ്യത. ആദ്യഘട്ടത്തിൽ ഡീൽ ആരോപണങ്ങളായിരുന്നെങ്കിൽ രണ്ടാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ SDP വോട്ട് വാങ്ങുമോ എന്നുള്ള കാര്യത്തിൽ മുഖ്യമന്ത്രി പ്രതികരിക്കാതെ വരികയും കഴിഞ്ഞ ദിവസം ഒരു മാധ്യമപ്രവർത്തകൻ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ വലിയ തോതിലുള്ള ചർച്ചാ വിഷയങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ CPM-ന്റെ മുതിർന്ന നേതാവ് സുഭാഷിണി അലി അടക്കമുള്ളവർ ഇന്നിപ്പോൾ ജില്ലയിലേക്ക് എത്തുന്നുണ്ട്. വിവിധ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി അവരൊക്കെയും വോട്ട് തേടും. അത്തരത്തിൽ വലിയ തോതിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ വർദ്ധിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വാക്കുകൾക്ക്, പ്രത്യേകിച്ച് അദ്ദേഹം മുൻപോട്ട് വെച്ച വെല്ലുവിളിക്ക് അദ്ദേഹം മറുപടി പറയാമെന്ന് കൂടി പറഞ്ഞിരിക്കുന്നത്. ഉടൻ തന്നെയാണ് കേരള രാഷ്ട്രീയം അതിനും കാതോർക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാവുന്നതുപോലെ ഇനിയിപ്പോൾ 9 ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഈ ദിവസത്തിനുള്ളിൽ കൃത്യമായിട്ട് വികസന പ്രവർത്തനങ്ങൾ കൂടി ചർച്ചയാക്കിയെങ്കിൽ മാത്രമേ ജനങ്ങളുടെ വോട്ട് തങ്ങളുടെ പെട്ടിയിലേക്ക് എത്തിക്കുവാൻ സാധിക്കുള്ളൂ. അത്തരത്തിൽ വലിയ തോതിൽ വികസന പ്രശ്നങ്ങൾ ചർച്ചയാക്കുമ്പോൾ ഏത് മുന്നണിക്കാണ് അപ്പർ ഹാൻഡ് ഉണ്ടാവുക എന്നുള്ളതാണ് ഏവരും ആകാംക്ഷപൂർവ്വം നോക്കുന്നത്. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിൽ സംസ്ഥാനത്ത് ആകമാനമായി വിവിധ ഇടങ്ങളിൽ മാറ്റമുണ്ടായി എന്ന് ഇടതുപക്ഷം പറയുമ്പോൾ അത് ഏത് തരത്തിലാണ് മാറ്റങ്ങൾ ഉണ്ടായത്, പ്രത്യേകിച്ച് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടായോ എന്നുള്ള കാര്യങ്ങളാണ് എന്തായാലും പ്രതിപക്ഷം ചോദിക്കുന്നത്. അതിൽ കൃത്യമായിട്ടുള്ള മറുപടി എന്തായാലും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് പ്രധാനമായിട്ട് നടക്കുന്നത്. വിവിധ നേതാക്കൾ വിവിധ മണ്ഡലങ്ങളിൽ, പ്രത്യേകിച്ച് നമുക്കറിയാം എറണാകുളം ജില്ല എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ കോൺഗ്രസിന് വലിയ ഒരു അപ്പർ ഹാൻഡ് ഉള്ള ഒരു ജില്ലയാണെങ്കിൽ പോലും അതിനെയൊക്കെയും കവച്ചുവെക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ LDF-ന്റെ MLA-മാരുടെ ഭാഗത്ത് ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള പ്രചാരണ രീതികൾ ഇപ്പോൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വിവിധ നേതാക്കൾ വിവിധ മണ്ഡലങ്ങളിൽ പ്രചാരണം നടക്കുമ്പോൾ ഇനിയുള്ള ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകാൻ പോകുന്നത് വികസനം എന്നുള്ള അത് മേൽക്കൈ എടുത്തുകൊണ്ടുള്ള ചർച്ചയായിരിക്കും ഇരു മുന്നണികളും മുൻപോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്. ശരി, സജു ചാമക്കാലയിലാണ് മധ്യ കേരളത്തിലെ പ്രചരണത്തിന്റെ വിശേഷങ്ങൾ പങ്കുവച്ചത്. ഏതായാലും വികസന വിഷയങ്ങൾ ചർച്ചയിലേക്ക് വരുന്നു. ഒപ്പം ശബരിമല വീണ്ടും ശക്തമായി തന്നെ UDF ഉന്നയിക്കുകയാണ്. BJP ഒന്ന് ബാക്ക്ഫുട്ടിലേക്ക് പോയതായിരുന്നു ശബരിമലയുടെ കാര്യത്തിൽ, പക്ഷേ അവരും വീണ്ടും അത് ഉന്നയിക്കുമെന്ന് ഉറപ്പാണ്. ഇനി കോഴിക്കോടക്കല്ലേ, കോഴിക്കോട് നിന്ന് വർഷ ഗിരീഷാണ് ചേരുന്നത്. വർഷ, നമുക്കറിയാം മധ്യമേഖലയിലൊക്കെ ശബരിമല വലിയ രീതിയിൽ ചർച്ചയാകുന്നു. അതോടൊപ്പം തന്നെ നേതാക്കൾ തമ്മിലുള്ള ഒരു വികസന സംവാദവും വലിയ രീതിയിൽ ചർച്ചയാകുന്ന ഒരു കാഴ്ചയാണ്. എന്താണ് മലബാർ മേഖലയിലേക്ക് കടക്കുമ്പോൾ, എന്താണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് കടക്കുമ്പോഴുള്ള ചർച്ചാ വിഷയം? അപ്പോൾ ഇന്ന് രാഹുൽ ഗാന്ധി കൂടി വടക്കൻ കേരളത്തിലാണ് പ്രചരണം നടത്തുന്നത്. കോഴിക്കോട്ടും കണ്ണൂരും നിരവധി പരിപാടികളുണ്ടല്ലോ രാഹുലിന്. ഗുഡ് മോർണിംഗ് ഗോകുൽ ശ്രീനിധി. ഈ പറഞ്ഞ പോലെ രാഹുൽ ഗാന്ധി വടക്കൻ കേരളത്തിൽ എത്തുന്നു എന്ന് തന്നെയാണ് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വടക്കൻ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് വാർത്ത എന്ന് പറയുന്നത്. അദ്ദേഹം രാവിലെ കണ്ണൂരിലെത്തും. രാവിലെ 10:30 കണ്ണൂർ പോലീസ് മൈതാനിയിലാണ് അദ്ദേഹത്തിന്റെ സമ്മേളനം. ശേഷമാണ് അദ്ദേഹം കോഴിക്കോടേക്ക് എത്തുന്നത്. കോഴിക്കോട് 12:30 ആദ്യ പരിപാടി. കോഴിക്കോട് കല്ലാച്ചിയിലാണ് ആദ്യ പരിപാടി. ശേഷം 5 ഇടങ്ങളിൽ അദ്ദേഹം എത്തുന്നുണ്ട്. കല്ലാച്ചി, പേരാമ്പ്ര, ബാലുശ്ശേരി, നെന്മണ്ട, കൊയിലാണ്ടി ഇടങ്ങളിലാണ് അദ്ദേഹം എത്തുന്നത്. അവസാന ഇടമായ കൊയിലാണ്ടിയിൽ അദ്ദേഹം പൊതുസമ്മേളനം നടത്തുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിനിടെ നന്മണ്ടയിൽ ഈ ഗ്യാരണ്ടി ബസ്സിലുള്ള യാത്രയും അദ്ദേഹം നടത്തും. നമുക്കറിയാം മുൻപ് അദ്ദേഹത്തിന്റെ ഒരു വടക്കൻ കേരളത്തിലേക്കുള്ള വരവ് മുടങ്ങിപ്പോയതായിരുന്നു. അന്ന് പ്രവർത്തകരെല്ലാം വളരെ നിരാശരായി. എന്നാൽ പ്രവർത്തകരെ സംബന്ധിച്ച് ഇന്ന് ഏറെ ഇരട്ടി ആവേശം നൽകുന്നു എന്നുള്ളതാണ്. കാരണം അദ്ദേഹം വീണ്ടും ആ ഒരു വരവ് മുടങ്ങിയതിനു ശേഷം വീണ്ടും അദ്ദേഹം കോഴിക്കോടേക്ക് എത്തുകയാണ്, അല്ലെങ്കിൽ വടക്കൻ കേരളത്തിലേക്ക് എത്തുകയാണ്. ആ ഒരു സന്തോഷത്തിലും ആ ഒരു ആവേശത്തിലുമാണ് പ്രവർത്തകരെല്ലാം ഉള്ളത്. നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലെ രാഹുൽ ഗാന്ധിയുടെ പത്തനംതിട്ടയിലെ പ്രസംഗം എടുത്ത് നോക്കിയാൽ അറിയാം, വളരെ UDF പ്രവർത്തകർക്ക് വളരെ ആവേശം നൽകുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗമെല്ലാം തന്നെ. വികസനവും അതേപോലെ ശബരിമല കൊള്ളയും മൂന്നിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രസംഗമെല്ലാം. അത്തരത്തിലുള്ള സംവാദങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രസംഗം തന്നെയായിരിക്കും ഇന്ന് ഇവിടെ നടക്കുക. പ്രധാനമായും UDF ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത് ഈ ശബരിമല കൊള്ള തന്നെയാണ്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ഈ വിഷയം സൂചിപ്പിച്ചില്ല എന്നുള്ളതാണ് UDF പ്രവർത്തകരും UDF നേതാക്കളും ഒരുപോലെ പറയുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ ഈ മണ്ഡലങ്ങളിലെല്ലാം ഇത് തന്നെയായിരിക്കും പ്രധാനമായും പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി ഉൾക്കൊള്ളിക്കുക. ഈ ഒരു 5 ഇടങ്ങൾ നോക്കുകയാണെങ്കിൽ 5 ഇടങ്ങളും കോൺഗ്രസിന് MLA-മാരില്ലാത്ത ഇടങ്ങൾ
മണ്ഡലങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ വികസന പ്രവർത്തനങ്ങളെ കുറിച്ചും കൂടുതൽ സംസാരിക്കാനുള്ള സാധ്യതയും ഏറെയാണ്. എന്തായാലും അദ്ദേഹം 12:30 കോഴിക്കോട് എത്തുന്നത്. ആദ്യ പരിപാടി കണ്ണൂരിൽ 10:30 നടക്കും. വളരെ ആവേശത്തിൽ അദ്ദേഹത്തെ വരവേൽക്കാൻ എന്തായാലും തയ്യാറെടുക്കുകയാണ് UDF പ്രവർത്തകർ. കഴിഞ്ഞ തവണ മുടങ്ങിയ ആ ഒരു വരവേൽപ്പ് ഇത്തവണ ഗംഭീരമായി തന്നെ വരവേൽക്കുമെന്നാണ് പറയുന്നത്. കാരണം കഴിഞ്ഞ തവണ ഈ UDF പ്രവർത്തകർ പറഞ്ഞിരുന്നത് രാഹുൽ ഗാന്ധി എത്തുന്നതോടുകൂടി യഥാർത്ഥ പ്രചരണത്തിന് തുടക്കമാകുമെന്നായിരുന്നു. എങ്കിലും ഒരാഴ്ച വൈകിയെങ്കിലും അദ്ദേഹത്തിന്റെ ഈ വരവ് യഥാർത്ഥ ഒരു പ്രചരണത്തിന് തുടക്കമായിരിക്കുമെന്നാണ് ഈ കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. നമുക്കറിയാം അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം. കോഴിക്കോടിനെ സംബന്ധിച്ച് അവർക്ക് കോൺഗ്രസിന് ഒരു MLA പോലും ഇല്ലാത്ത ഇടമാണ്, ജില്ലയാണ് കോഴിക്കോട് എന്ന് പറയുന്നത്. അത്തരമൊരു ജില്ലയിൽ എത്തുമ്പോൾ കൂടുതലായി വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ വികസന കാര്യങ്ങളെ കുറിച്ച് പറയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു മറ്റ് വിവാദങ്ങളെക്കാൾ കൂടുതൽ അദ്ദേഹം വികസനത്തിന് മുൻതൂക്കം നൽകാനാണ് സാധ്യത. ശരി, വർഷ ഗിരീഷാണ് കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് കോഴിക്കോട് കൂടുതൽ സീറ്റുകൾ അവർ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ 100-ലധികം സീറ്റ് എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ UDFന്റെ സ്വപ്നം പൂവണിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വടക്കൻ കേരളത്തിലെ പ്രചാരണത്തിൽ ഇന്ന് വികസനവും അല്ലെങ്കിൽ സർക്കാരിൻ്റെയും MLA-മാരുടെയൊക്കെ പ്രവർത്തനത്തിലുള്ള വിമർശനവുമൊക്കെ ആയിരിക്കാം കൂടുതൽ ഉയർത്തുക എന്ന് പ്രതീക്ഷിക്കാം. ഏതായാലും ഒരുപാട് ചോദ്യങ്ങൾക്ക് ആകാംക്ഷയേറുന്ന ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള മറുപടി ഇന്ന് നേതാക്കളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്നത്തെ ദിവസം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.